ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേർണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു സമയം തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ല സമയം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ തൊട്ട് നിങ്ങളുടെ ആ ഒരു തുടക്കം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. അതായത് വളരെ നല്ല ചേഞ്ചസ്. നിങ്ങൾ എപ്പോഴും റീഡിങ്ങിൻ്റെ പോയിൻ്റ് എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഒരു മെസ്സേജ് തന്നെ റിപ്പീറ്റായിട്ട് വരികയാണെങ്കിൽ നിങ്ങളത് പോയിൻ്റ് ഔട്ട് ചെയ്യണം. അതായത് നല്ല കാര്യമാണ് വീണ്ടും വീണ്ടും വരുന്നത് റീഡിങ്ങിലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിൽ വച്ച് പോസിറ്റീവായിട്ട് പറയുക അതിനെക്കുറിച്ച്. ഇവിടെ റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം, നല്ലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സംയോഗം ഉണ്ടായില്ല. എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകുന്ന അങ്ങനൊരു സംയോഗം ഒരിടത്തും ഉണ്ടായില്ല. എപ്പോഴും ഒരു അസുരക്ഷാ ഭാവം, ആ ഒരു ഭാവം നിങ്ങളെ അലട്ടിക്കൊണ്ടേയിരുന്നു. ഒരിടത്തും ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ഒരു യോഗവും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അതായത് ഒരു സാഹചര്യം മോശമായി അതിൽ നിന്ന് ഒന്ന് പുറത്തു വരുമ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ് അടുത്ത പ്രശ്നം. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്കിടയിൽ കൂടിയാണ് നിങ്ങളുടെ ജീവിതം കടന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു സമയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തുനിന്നും സുരക്ഷ കിട്ടുക എന്നുള്ള രീതിയിലുള്ള സമയമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഒരു വർഷത്തെ തുടക്കം തന്നെ സണ്ണിൻ്റെ ആ ഒരു വർഷമാണ്. ഒരു പുതിയ വർഷം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ഈ ഒരു കാര്യം പറയുകയാണ്. ഈ ഒരു വർഷം എന്ന് പറയുന്നത് സണ്ണിൻ്റെ ആ ഒരു വർഷമാണ്. ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർഷമാണ്. നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും എപ്പോഴും പോസിറ്റിവിറ്റി ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക ഈ ഒരു വർഷം. സ്പിരിച്വലായിട്ട് കൂടുതലായിട്ട് നിങ്ങൾ അടുക്കാൻ ശ്രമിക്കും, ദൈവത്തിൽ കൂടുതലായിട്ട് അടുക്കാൻ ശ്രമിക്കും. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും നല്ല രീതിയിലാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട് എനിക്കറിയാം. പക്ഷേ മുന്നേയുള്ള വർഷങ്ങളുള്ളതുപോലെ ഭയങ്കരമായിട്ടുള്ള മോശമായ സ്ഥിതി അങ്ങനെ നിങ്ങളിപ്പോൾ നേരിടുന്നില്ല. ഇവിടെ 100%-ൽ 50%-മെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഫീലാകും. അതായത് ഒരു ശാന്തി സമാധാനവും ചെറുതായിട്ടെങ്കിലും ലഭിക്കുന്നുണ്ട് എന്ന്. പക്ഷേ ഒരാളുടെ ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതി വച്ച് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല നാളെ എന്താണ് അവസ്ഥയെന്ന്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ സ്ഥിതിയിൽ ഒരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുക നിങ്ങൾ. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്ക് ആവശ്യമില്ലാതെ നിങ്ങളുടെ ആ ഒരു സ്ഥിതികൾ കണ്ടിട്ട് ടെൻഷൻ വരികയാണ്. അത് വെറുതെയാണ് നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. നാളെ നിങ്ങളുടെ ഈ ഒരു സ്ഥിതി മാറും പോസിറ്റീവായിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ പോകരുത്. എനിക്കറിയാം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ തരുന്നുണ്ട്. ചില ആൾക്കാരുടെ വാക്കുകളായിരിക്കാം, ചില സാഹചര്യങ്ങളായിരിക്കാം. എന്തായാലും അത് നിങ്ങൾക്ക് ടെൻഷൻ തരുന്നുണ്ട്. ഈ ഒരു ടെൻഷൻ നിങ്ങൾക്ക് 100-ൽ 50%-ആയിരിക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഉപബോധ മനസ്സിനറിയാം ഇത് ഞാൻ ആവശ്യമില്ലാതെയാണ് ടെൻഷൻ അടിക്കുന്നത്, നാളെ ഈ ഒരു സ്ഥിതി മാറുന്നതാണ് എന്നറിയാം. പക്ഷേ എന്നാലും നിങ്ങൾ ടെൻഷൻ അടിക്കും. ഇവിടെ നിങ്ങളോട് ഈശ്വരൻ പറയുന്നത് ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട എന്നാണ് ഈ ഒരു മെസ്സേജിലൂടെ പറയുന്നത്. നിങ്ങളുടെ ലൈഫിലെ അന്ധകാരം മാറാൻ പോവുകയാണ്, അവിടെ പ്രകാശം ഉണ്ടാവാൻ പോകുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോകുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു ചാപ്റ്റർ അവസാനിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമായിരുന്നു. ആ ഒരു ചാപ്റ്റർ അവസാനിച്ച് കഴിഞ്ഞു. ചില കാര്യങ്ങൾ വളരെ വലിയ രീതിയിലായിരിക്കും നമ്മുടെ ലൈഫിനെ കൊണ്ടെത്തിക്കുന്നത്. അത് നമുക്ക് ചിലപ്പോൾ പല നഷ്ടങ്ങളും ഉണ്ടാക്കും. ആ ഒരു കാര്യങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോകും നമ്മുടെ ജീവിതത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ ചില വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകും, ഇല്ല എങ്കിൽ പെട്ടെന്ന് ഒരു സഡനായിട്ടുള്ള ഒരു വിഷമം നമുക്ക് തന്നിട്ട് ആ ഒരു കാര്യം പോകും. അങ്ങനെ എന്തോ നിങ്ങളുടെ ലൈഫിലും ഉണ്ടായി. അത് ആവശ്യമായിരുന്നു, ആ ഒരു എൻഡിങ് ആവശ്യമായിരുന്നു, ആ ഒരു ചാപ്റ്റർ അവസാനിക്കണമെന്നുള്ളത് ആവശ്യമായിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാനം നിങ്ങൾക്ക് മാറേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിട്ടുകൊടുക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ബന്ധങ്ങൾ നഷ്ടപ്പെടേണ്ട അവസ്ഥ, അങ്ങനെ പലതും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കാണും. പക്ഷേ ഇപ്പോൾ തുടങ്ങിയ ഈ ഒരു പുതിയ ചാപ്റ്ററിൽ നിങ്ങൾക്ക് നഷ്ടമല്ല ലഭിക്കാൻ പോകുന്നത്. മറിച്ച് തിരികെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് എന്താണോ അതിലപ്പുറം ദൈവം നിങ്ങൾക്ക് തരുവാനാണ് പോകുന്നത് ഈ പുതിയ ആ ഒരു വർഷത്തിൽ. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കാൻ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു സൈൻ ലഭിക്കും. അതേപോലെ തന്നെയാണ് മോശം സംഭവിക്കാൻ പോകുമ്പോഴും. നിങ്ങളുടെ കൂടെ മോശം സംഭവിക്കാൻ പോയപ്പോഴും നിങ്ങളുടെ ഭാഗത്ത്
ദൈവം ഒരു സൈൻ ഉറപ്പായിട്ടും കൊണ്ടെത്തിച്ചിട്ടുണ്ടാകും. അതേപോലെ തന്നെയാണ് നല്ലത് സംഭവിക്കാൻ പോകുമ്പോഴും. ഇവിടെ റീഡിങ്ങിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയ രീതിയിലൊരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവാൻ പോകുകയാണ് എന്നാണ്. അത് സഡൻ ആയിട്ടായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പോലും തോന്നത്തില്ല നാളെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന്. ഏപ്രിൽ മെയ് ഈ 2 മാസത്തിൻ്റെ ഇടയിലായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നത്. ഈ ഒരു ശുഭത ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവാൻ പോകുന്നത് പൂർണിമ ദിവസമായിരിക്കാം. വെളുത്തവാവ് ദിവസം, അമാവാസി ദിവസം ഒരിക്കലും ആയിരിക്കത്തില്ല. അമാവാസി ഒരിക്കലും നല്ലതായിരിക്കത്തില്ല. കാരണം കറുത്ത വാവല്ലേ. വെളുത്ത വാവിന് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കാം. അതായത് പൂർണ്ണമായിട്ടുള്ള ആ ഒരു ചന്ദ്രൻ ഉദിച്ചിരിക്കുന്ന അതിൻ്റെ അടുത്തുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഏപ്രിൽ ലാസ്റ്റ് വീക്ക് ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു നല്ല സമയം. അതായത് ഏപ്രിൽ ലാസ്റ്റും മെയ് ഫസ്റ്റും. എന്തായാലും മെയ്യിലും ഏപ്രിലും വെളുത്തവാവുണ്ട്. അപ്പോൾ ആ വെളുത്തവാവിന് അടുത്തുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ ഈ ഒരു സമയം 5ൻ്റെ ആ ഒരു എനർജി നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം ഇപ്പോൾ നടക്കുന്നത് ഗുരുകൃപ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയമാണ്. ഈ വർഷം ചില മാസങ്ങളിൽ നിങ്ങൾക്ക് ഗുരുവിൻ്റെ ആ ഒരു കൃപ ഭയങ്കരമായിട്ട് കിട്ടുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒത്തിരി പരീക്ഷകൾ അനുഭവിച്ചവരാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചില്ല. കാരണം ഒത്തിരി സംഘർഷങ്ങൾ നിങ്ങൾ അനുഭവിച്ചു. പക്ഷേ അതിൻ്റെ റിസൾട്ടാണ് ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതായത് ഇതിന് മുന്നേ നിങ്ങൾ എന്തൊക്കെയാണ് അനുഭവിച്ചത്, അതിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എല്ലാം നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു റിസൾട്ട് തരാനുള്ള സമയമാണിത്. നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാതെ തന്നെ തെറ്റിൻ്റെ ആ ഒരു ശിക്ഷ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ന്യായവും ഇനി വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ഒരു സ്ഥാനം അല്ലെങ്കിൽ അധികാരം ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. മുന്നേക്ക് ചെറിയ രീതിയിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി അധികമായിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതായത് ഈശ്വരൻ ഇനി എന്താണോ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അത് നിങ്ങളിൽ നിന്ന് നഷ്ടമാവത്തില്ല. ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. കാരണം ഗുരുകൃപ എന്ന് പറയുന്നത് തന്നെ ഇതാണ്. നമ്മൾക്ക് എന്താണോ കിട്ടുന്നത് അത് സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ ആ ഒരു ഗ്രഹങ്ങൾ നമുക്ക് ഫേവറായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലും കാണാൻ പറ്റുന്ന നമ്പർ 369 ആയിരിക്കും. കാരണം ഗ്രഹങ്ങൾ നമുക്ക് ഫേവറായിട്ട് നിൽക്കുമ്പോഴാണ് ഈ നമ്പർ കാണാൻ സാധിക്കുന്നത്. നമ്പേഴ്സിൽ ഏറ്റവും നല്ലൊരു നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് 369 ആണ്. 777ഉം 555ഉം ഇതും നല്ലൊരു നമ്പറാണ്. ഈ ഒരു നമ്പർ ഇങ്ങനത്തെ നമ്പറാണ്. അതായത് ഒരു വ്യക്തിയെ ചിന്തിക്കാൻ വേണ്ടി സമയം കൊടുക്കാതെ അവരുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരുന്ന നമ്പർ. അതായത് നിങ്ങൾ ഒട്ടും പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടാകുമെന്ന്. ആ രീതിയിലുള്ളൊരു മാറ്റമായിരിക്കും ഈ ഒരു നമ്പർ കണ്ടതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്നത്. അതായത് ഈ ഒരു നമ്പർ കുറേ വർഷങ്ങളായിട്ടോ അല്ലെങ്കിൽ കുറേ മാസങ്ങളായിട്ടോ നിങ്ങൾ കാണുന്നുണ്ട് സ്ഥിരമായിട്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു വലിയൊരു മാറ്റം ഉറപ്പായിട്ടും സഡനായിട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് 555 നമ്പർ കാണുക, കണ്ടിന്യൂസ് ആയിട്ട് 777, കണ്ടിന്യൂസ് ആയിട്ട് 369 കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും വിശ്വസിച്ചോളൂ, മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാകും. അതായത് ഒരു രാത്രി വെളുത്ത് കഴിയുമ്പോൾ തന്നെ ഒരു വ്യക്തിയെ കോടീശ്വരനാക്കുക, അതായത് ലോട്ടറി അടിക്കുക, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല. സഡൻ ആയിരിക്കും അത് സംഭവിക്കുന്നത്. ഇതെല്ലാം ഡെസ്റ്റിനിയുടെ ഒരു കളിയാണ്, ഭാഗ്യത്തിൻ്റെ ആ ഒരു കളിയാണ്. അതായത് ഇതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ അവിടെ എത്തിക്കുന്നു. ആ ഒരു കാര്യം നേടാൻ വേണ്ടി നമ്മളെ എവിടെയാണോ എത്തിക്കേണ്ടത് ആ ഒരു സ്ഥലത്ത് ദൈവം എത്തിക്കുന്നു. ഡിവൈൻ ടൈമിംഗ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ ടൈമിംഗ് ആകുമ്പോൾ നമ്മൾ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾ അനുഭവിക്കേണ്ടത് അതെല്ലാം അനുഭവിച്ചു, അതിൻ്റെ കാര്യം അവസാനിച്ചു. ഇനി നിങ്ങൾ നേടാൻ പോവുകയാണ്, സന്തോഷിക്കാൻ പോവുകയാണ്. ഇതിന് മുന്നേയുള്ള വർഷങ്ങൾ നിങ്ങളെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തോന്നും എല്ലാ വർഷവും എല്ലാവരും പറഞ്ഞു ഈ വർഷം എല്ലാം നല്ലത് സംഭവിക്കും. പക്ഷേ പോയ വർഷങ്ങളിലൊന്നും നല്ലത് സംഭവിച്ചില്ല. പക്ഷേ ഈ ഒരു വർഷമെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ചസ് ഉറപ്പായിട്ടും കൊണ്ടുവരിക തന്നെ ചെയ്യും. കാരണം കഴിഞ്ഞുപോയ വർഷവും ഈ ഒരു വർഷവും തമ്മിൽ രാത്രിയും പകലിൻ്റെയും വ്യത്യാസമുണ്ട് എന്നാണ് റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. കാരണം ഓരോ വർഷവും നിങ്ങൾ ഇന്ന് നേരെയാവും എൻ്റെ കാര്യങ്ങൾ, ഈ വർഷം നേരെയാവും, ഈ വർഷം നേരെയാകും പറഞ്ഞാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്.
പക്ഷേ അപ്പോഴൊന്നും ഒന്നും നേരെ ആയില്ല. കാരണം അത്രമാത്രം വിഷമങ്ങൾ അനുഭവിച്ചതാണ് നിങ്ങൾ. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടാലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവത്തില്ല. കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ കേട്ടവരാണ്. നിങ്ങൾ ഒന്ന് മാത്രം വിശ്വസിക്കുക. ഈ ഒരു വർഷത്തെ കാര്യം വ്യത്യസ്തമാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല എന്ന് മാത്രം വിശ്വസിക്കുക. നിങ്ങൾ ഈ ഒരു വർഷം ഇത്രമാത്രം സ്പിരിച്വലായി. യൂണിവേഴ്സിൽ നിങ്ങൾക്കുള്ള വിശ്വാസം കുറച്ചും കൂടെ കൂടി. ഇതൊക്കെ സംഭവിച്ചില്ലേ? ഈ ഒരു സമയം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയെ കൂടുതലായിട്ട് കൊണ്ടുവരുന്ന ആ ഒരു സമയമാണ് ഈ സമയം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സാഹചര്യങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരും യൂണിവേഴ്സ്. അതായത് ഈ ഒരു സ്ഥിതി ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു സ്ഥിതിയിൽ എത്താൻ പറ്റിയത് എന്ന് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ സഡൻ ആയിട്ടായിരിക്കും മാറ്റം ഉണ്ടാവുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഒരു സംഭവം മറ്റൊരു സംഭവമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. കാരണം അങ്ങനെ അന്ന് സംഭവിച്ചത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ ഒരു രീതിയിൽ ഒരു ജീവിതം ജീവിക്കാൻ സാധിച്ചത് എന്ന് പല ആൾക്കാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവിടെ 2020 തൊട്ട് 2025 മെയ് വരെയുള്ള സമയം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിച്ചതുപോലെയുള്ള വിഷമം വേറെ ആരും അനുഭവിച്ചിട്ടുണ്ടാവത്തില്ല. അത്രമാത്രം ടവർ മൂവ്മെൻറ്റ് എല്ലാമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്തത്. ഇനി അതിൻ്റെ എല്ലാം റിസൾട്ട് ടൈമാണ്. ആ ഒരു റിസൾട്ട് ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ബലം ലഭിക്കുക തന്നെ ചെയ്യും. ചില ആൾക്കാർക്ക് ലഭിച്ച് കഴിഞ്ഞതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഇനി വിഷമത്തിൽ ജീവിക്കത്തില്ല. അത് നിങ്ങൾ എഴുതി വെച്ചോളൂ. 2020 നിങ്ങൾക്ക് ഒരു സൈൻ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിരുന്നു. അതായത് ലൈറ്റ് ഗ്രീൻ നിറത്തിലുള്ള ചിത്രശലഭങ്ങളെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു ആ ഒരു സമയത്ത്. അതായത് ഒന്നും രണ്ടും അല്ല, കുറേ ചിത്രശലഭങ്ങൾ നിങ്ങളുടെ പരിസരത്ത് ഇങ്ങനെ ഈ കളറിലുള്ള ചിത്രശലഭങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടപ്പോൾ ആദ്യം തോന്നി, ഇത് കാണുമ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നു, എൻ്റെ ലൈഫിൽ നല്ലത് സംഭവിക്കാൻ പോവുകയായിരിക്കും എന്നായിരിക്കും നിങ്ങൾ ചിന്തിച്ചത്. പക്ഷേ അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ ടവർ മൂവ്മെൻറ്റ് ക്രിയേറ്റായി. ട്രാൻസ്ഫർമേഷനിലൂടെ നിങ്ങൾ കടന്നുപോയി. ട്രാൻസ്ഫർമേഷൻ ഉണ്ടായെങ്കിലും വളരെ വിഷമം ഒത്തിരി അനുഭവിച്ചതിന് ശേഷമാണ് ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായി നിങ്ങൾ പുറത്തു വന്നത് ആ ഒരു ടവർ മൂവ്മെൻറ്റിൽ നിന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമയം 2020 വെറുതെ പോയി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുക. കാരണം അത്രമാത്രം ദുഃഖമാണ് നിങ്ങൾ ആ 2020 അനുഭവിച്ചത്. അതായത് യെല്ലോയും ഗ്രീൻ കളറും കൂടെ മിക്സായിട്ട് ലൈറ്റ് കളർ ഒരു ഗ്രീൻ വരത്തില്ലേ, ലൈറ്റ് പച്ച, ആ പച്ച നിറത്തിലുള്ള ചിത്രശലഭങ്ങൾ അത് നിങ്ങൾക്ക് ഇനി കാണാൻ സാധിക്കും. പക്ഷേ ഇനി അത് കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട, നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമാകുമോ എന്ന്. കാരണം ഇനി നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയാണ് ആ ഒരു ചിത്രശലഭങ്ങൾ നിങ്ങൾ കാണുന്നത്. നിങ്ങൾ എത്രത്തോളം അധികമായിട്ടാണോ ദുഃഖങ്ങൾ സഹിച്ചത് അത്രത്തോളം അധികമായിട്ട് സുഖം തരുവാൻ വേണ്ടിയാണ് നിങ്ങൾ ആ ചിത്രശലഭത്തിനെ കാണുന്നത്. കൂടാതെ നിങ്ങളുടെ ഭാഗ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാനും ഈ ഒരു ചിത്രശലഭങ്ങൾ നിങ്ങളെ സഹായിക്കും. ഈ ഒരു റീഡിങ്ങിലെ ഓരോ ശബ്ദവും ഉറപ്പായിട്ടും സത്യമാണ്, നിങ്ങളത് വിശ്വസിക്കുക. ഈ ഒരു റീഡിങ് ഉറപ്പായിട്ടും 100% സത്യമാകുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ സെക്യൂരിറ്റി, അതാണ് ഭയങ്കരമായിട്ട് ടെൻഷൻ. ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വരുമോ, നിങ്ങളുടെ ജോബ് അതിലൊരു സെക്യൂരിറ്റി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സെക്യൂരിറ്റി, എല്ലാത്തിലും ഒരു സെക്യൂരിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ ഫിനാൻഷ്യൽ മാറ്ററിലും നിങ്ങൾ ഒരു സെക്യൂരിറ്റി ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങൾക്ക് എത്ര സുഖമുള്ള സമയമായാലും ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ടെൻഷൻ ഉണ്ടാകുന്നു. കാരണം നിങ്ങൾക്ക് സെക്യൂരിറ്റി ഉറപ്പായിട്ട് ഉണ്ടായാൽ പിന്നെ അത് ആ ഒരു പോയിന്റ് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കത്തില്ല. ഇവിടെ ഈ ഒരു സെക്യൂരിറ്റി നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. ഏപ്രിൽ മന്ത് നിങ്ങളുടെ സുഖത്തിൽ കുറച്ചും കൂടെ ഒരു വൃദ്ധി ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കാല് വയ്ക്കുക, ആ ഒരു അവസ്ഥയിലേക്ക് ഒരു പടി മുന്നോട്ട് കയറുക, അങ്ങനൊരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് കയറാൻ സാധിക്കും. ഒരു സമയം സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വിശേഷമായിട്ടാണ് ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എന്തോ ആഗ്രഹമുണ്ട്, നിങ്ങളത് ചോദിക്കുന്നുമുണ്ട് ഈശ്വരനോട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സമയം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ആഗ്രഹമുള്ള ആ ഒരു വസ്തു എന്താണോ അത് ഞാൻ തരാൻ വേണ്ടി തയ്യാറാണ് എന്ന്. അതായത് സമയം നിങ്ങളോട് പറയുകയാണ്, ഇതാണ് നിങ്ങളുടെ ഡിവൈൻ ടൈം, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ടൈം, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ഡിവൈൻ ടൈം. അതായത് എത്ര കഷ്ടപ്പെട്ടാണോ എന്താണോ പ്രാപ്തമാകുന്നത് അത് മനസ്സിന് ഇഷ്ടമുള്ളത് പ്രാപ്തമാകുമ്പോഴല്ലേ എത്ര കഷ്ടപ്പെട്ട് പ്രാപ്തമായാലും അതിലൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ.
ഇത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സൗഭാഗ്യം അങ്ങനെ ഒരു ലക്കാണ് എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചോളൂ. കാരണം ഈ ഒരു ലക്ക് നിങ്ങൾക്ക് ലഭിക്കണമെന്ന് പ്രകൃതി മുഴുവൻ ആഗ്രഹിക്കുകയാണ്. ചില ഗ്രഹത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ആ ഒരു അവസ്ഥ നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കി തരാൻ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ ഇനിയെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു സേഫ്റ്റി ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളൊരു ഹാപ്പി ഫാമിലിയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ നല്ലതാക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സുഖമായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഡ്രാമ ക്രിയേറ്റ് ആക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതൊന്നും ഉണ്ടാവാതിരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഡ്രാമ ക്രിയേറ്റ് അത് കണ്ട് നിങ്ങൾ തളർന്നു പോയിരിക്കുകയാണ്. കാരണം അത്രമാത്രം വിഷമത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോയത്. ഓരോ സമയവും നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഡ്രാമ മറ്റുള്ളവർ കണ്ടിട്ട് അവർ ചിരിക്കുകയാണ്. ഇവരുടെ വീട്ടിൽ എപ്പോഴും ഇത് തന്നെയാണല്ലോ എന്ന്. പക്ഷേ അത് കണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പ്രശ്നം ഏകദേശം അവസാനിച്ചു എന്നുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വന്നു. പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല എങ്കിൽ പോലും നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളോട് പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾക്കൊരു പേടിയുണ്ട്, ഈ ഒരു പ്രോബ്ലം അവസാനിക്കുമ്പോൾ ഇനി വേറെ ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ എന്ന്. ഇനി നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും വിശ്വസിക്കേണ്ട. ഇനി നിങ്ങളുടെ ലൈഫിൽ മോശമേ സംഭവിക്കത്തുള്ളൂ, ഇനി നിങ്ങളുടെ ലൈഫിൽ നല്ലത് മാത്രമേ സംഭവിക്കൂ, അങ്ങനെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകൂ. ഇങ്ങനെ ചിന്തിക്കുക, ഈ ഒരു പ്രോബ്ലം അവസാനിക്കുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ ലൈഫിൽ സന്തോഷത്തിൻ്റെ ആ ഒരു തുടക്കം ഉണ്ടാവാൻ പോവുകയാണ്. അതായത് ഒരു പ്രോബ്ലം അവസാനിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ആ ഒരു ദിവസം ഉണ്ടാവാൻ പോവുകയാണ് ഇനി അങ്ങോട്ട് എന്ന് വിശ്വസിക്കുക. ഒരു സന്തോഷം എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്യും. അതിൻ്റെ കൂടെ വേറൊരു സന്തോഷം എൻജോയ് ചെയ്യുക തന്നെ ചെയ്യും. മുമ്പൊക്കെ ദുഃഖത്തിൻ്റെ ആ ഒരു ശൃംഖലയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇനി സുഖത്തിൻ്റെ ആ ഒരു ശൃംഖലയിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നതാണ്. അതായത് 369 ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഒരു പ്രോബ്ലത്തിനെ അവസാനിപ്പിക്കുക. അതാണ് ആ ഒരു എനർജി. നമ്മുടെ സമയം നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാം ലൈഫിൽ എന്തൊക്കെ വേണോ വേണ്ടത് അതെല്ലാം സ്വന്തമാക്കാൻ സാധിക്കും. നമ്മുടെ സമയം നമ്മുടെ കൂടെ നിന്നാൽ മാത്രം മതി. അത്രമാത്രം മോശം സാഹചര്യങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചത്. അപ്പോഴൊക്കെ നിങ്ങൾ ഓരോന്ന് ആഗ്രഹിക്കുമ്പോൾ അതൊന്നും നടക്കത്തില്ല. പിന്നെ നിങ്ങൾ ആഗ്രഹങ്ങളൊക്കെ വയ്ക്കാതായി. കാരണം എന്തിനാഗ്രഹിക്കുന്നു, ആരും നടത്താനില്ല. ദൈവവും എൻ്റെ ആഗ്രഹം മനസ്സിലാക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിനാഗ്രഹിക്കണം. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾ വച്ചു പൂട്ടി. പക്ഷേ ഇനി ദൈവം ആ ഒരു പൂട്ടിയ ആ ഒരു ഇത് തുറക്കാൻ പോവുകയാണ്. വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ കൊണ്ടുവരുവാൻ ഈശ്വരൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം വീണ്ടും നിങ്ങളുടെ ഉള്ളിൽ പ്രാണൻ കൊണ്ടുവരുവാൻ ഈശ്വരൻ ശ്രമിക്കുകയാണ്. കാരണം അത്രമാത്രം ഒരു മോശം അവസ്ഥയിൽ കൂടെ പോയ ആളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഈശ്വരൻ വീണ്ടും നിങ്ങൾക്ക് ഒരു പ്രാണൻ തരുന്നത്, വീണ്ടും ജീവിക്കാൻ വേണ്ടി. നിങ്ങളുടെ മുഖത്ത് ആ ഒരു ചിരി, അത് എത്രയും നാളായിട്ട് മാഞ്ഞുപോയ കാര്യമാണ്. ആ ഒരു ചിരി ഈശ്വരൻ ഇനി തിരികെ നിങ്ങൾക്ക് തരുന്നതാണ്. കാരണം ഇനി നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് സന്തോഷം തരുവാൻ വേണ്ടി സംഭവിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ഓരോ വിലപ്പെട്ട സമയവും നിങ്ങൾ വർക്കഹോളിക് ആകുന്നതാണ്. അതായത് ഇനി നിങ്ങൾക്ക് മോശം ചിന്തിക്കാനൊന്നും സമയം കിട്ടത്തില്ല. അത്രയ്ക്ക് വർക്കഹോളിക് ആകും നിങ്ങൾ. കാരണം നിങ്ങളുടെ സമയം എപ്പോൾ പോയി എന്ന് നിങ്ങൾക്ക് പോലും അറിയാൻ സാധിക്കത്തില്ല. അത്രത്തോളം നിങ്ങൾ ലൈഫിൽ ബിസിയും സന്തോഷമായിട്ടിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു റീഡിങ്ങിൻ്റെ പാർട്ട് 2 ഉണ്ട്. അത് ഞാൻ നാളെ ഇടാം. ഇന്ന് നിങ്ങൾ ഇത്രയും കേട്ടല്ലോ. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അപ്പോൾ നാളെ ഇതിൻ്റെ ബാക്കി നമുക്ക് കേൾക്കാം. അപ്പോൾ എൻ്റെ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.